സുരേഷ് റൈന, കീറൻ പൊള്ളാഡ്, ഡേവിഡ് വാർണർ. ഏത് പ്രതികൂല സാഹചര്യത്തിലും കളിയുടെ ഗതിമാറ്റാൻ കെൽപ്പുള്ള എക്സ് ഫാക്ടറുകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 18ാം പതിപ്പിന്റെ ആദ്യ 5 മത്സരങ്ങൾക്ക് പിന്നാലെ ഈ 3 ഇതിഹാസങ്ങൾ IPL സർക്കിളുകളിൽ നിറയുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മധ്യനിരയിലെ വിശ്വസ്തരായിരുന്നു റൈനയെങ്കിൽ മുംബൈ ഇന്ത്യൻസിനായി കളി ജയിപ്പിച്ച് മാത്രം ഡഗൌട്ടിലേക്ക് മടങ്ങുന്ന സൂപ്പർ ഫിനിഷറായിരുന്നു കീറൻ പൊള്ളാഡ്. ആങ്കർ റോളിൽ ടീമിനെ വലിയ ടോട്ടലിലേക്ക് കെട്ടിപ്പടുക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മുൻ നായകൻ ഡേവിഡ് വാർണർ. ആദ്യ മത്സരങ്ങൾ പിന്നിടുമ്പോൾ IPL പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്താണ് ഈ 3 ചാമ്പ്യൻ ടീമുകൾ. പടനയിക്കാനുള്ള ആളും ആയുധവും യഥേഷ്ടമുണ്ടെങ്കിലും ചില മിസ്സിംഗ് ലിങ്കുകൾ ഇവരുടെ പ്രകടനങ്ങളിൽ നിഴലിക്കുന്നു. IPLലെ ഇതിഹാസ താരങ്ങളായി ഇവരുടെ പകരക്കാരെ കണ്ടെത്താൻ ഫ്രാഞ്ചൈസികൾക്ക് ആയില്ലെന്നതിന്റെ കൃത്യമായ ഉത്തരം കൂടിയായിരുന്നു സീസണിലെ പോയ മത്സരങ്ങൾ. ക്രിക്കറ്റ് ഒരു വ്യക്തിഗത മത്സരമല്ല, അതൊരു ടീം ഗെയിമാണ്. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ ആ റോൾ ഏറ്റെടുക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏതൊരു മാച്ചിനെയും ഒറ്റയ്ക്ക് വരുതിയിലാക്കാൻ കെൽപ്പുള്ള ചില താരങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഇതുവരെയുള്ള IPL ചരിത്രം സൂചിപ്പിക്കുന്നത്. ഇവരിൽ പ്രധാനികളായിരുന്നു റൈനയും പൊള്ളാഡും വാർണറും. പഞ്ചാബ് കിങ്സിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നേരിട്ട പ്രധാന പ്രതിസന്ധി ചേസിംഗിലെ മെല്ലെപ്പോക്കായിരുന്നു. പവർ പ്ലേയിലും തുടർന്നുള്ള ഓവറുകളിലും വലിയ ടോട്ടൽ പിന്തുടരുന്നതിൽ ടോപ്പ് ഓർഡർ പരാജയമാകുന്നു. അതിവേഗത്തിൽ റണ്ണടിച്ചെടുക്കാനാകാതെ വന്നതോടെ ഡെത്ത് ഓവറിൽ റിക്വയർ റൺ റേറ്റ് കുത്തനെ ഉയരുകയും വിക്കറ്റ് കൈവശമുണ്ടെങ്കിലും ടീം തോൽക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇന്നലെ പഞ്ചാബിന്റെ ബാറ്റിംഗ് കണ്ടാൽ ഇതിന്റെ വ്യത്യാസം മനസ്സിലാകും. പവർ പ്ലേയിലടക്കം വിക്കറ്റുകൾ തുടരെ വീണ്ടും റൺ റേറ്റ് ഉയർത്തി ആഞ്ഞടിക്കാനാണ് അവർ ശ്രമിച്ചത്. ഒരു വേള പോലും ഇന്റന്റിൽ മാറ്റം വരുത്താതെയുള്ള കൃത്യമായ പ്ലാൻ. ഖലീൽ അഹമ്മദ് എറിഞ്ഞ ഇന്നിംഗ്സിലെ ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തിയാണ് പഞ്ചാബിന്റെ പ്രിയാൻസ് ആരി എന്ന 24-കാരൻ തുടങ്ങിയത്. പവർ പ്ലേ ഓവറുകളിൽ 3 വിക്കറ്റ് നഷ്ടമായിട്ടും പഞ്ചാബ് കിങ്സ് സ്കോർ ബോർഡിൽ ചേർത്തത് 75 റൺസ്. മറുഭാഗത്ത് വിക്കറ്റുകൾ തുടരെ വീഴുമ്പോഴും ഫിയർലെസ് ബാറ്റിംഗുമായി പ്രിയാൻസ് ആര്യ കളം നിറഞ്ഞതോടെ സ്കോർ 200 കടത്താനും ആദ്യർക്കായി. 39 പന്തിൽ 3 അക്കം തൊട്ട് IPLലെ 4ാമത്തെ അതിവേഗ സെഞ്ചുറിയും ഈ അൺക്യാപ്ഡ് താരം സ്വന്തം പേരിലാക്കി. യൂസഫ് പത്താന് ശേഷം ഒരു ഇന്ത്യക്കാരന്റെ വേഗതയേറിയ സെഞ്ചുറിയും ഇതുതന്നെ. കൂറ്റൻ വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും പഴയ പല്ലവി ആവർത്തിക്കുന്നതാണ് കളത്തിൽ കണ്ടത്. ഫീൽഡ് നിയന്ത്രണമുള്ള ആദ്യ 6 ഓവറുകളിൽ 59 റൺസാണ് അക്കൗണ്ടിൽ ചേർക്കാനായത്. മധ്യ ഓവറുകളിലും പ്രതീക്ഷിച്ചതുപോലെ റൺസ് ഉയർത്താനായില്ല. വിക്കറ്റ് കൈവശമുണ്ടായിട്ടും ഇന്ത്യൻ മാറ്റാൻ മഞ്ഞപ്പട തയ്യാറായില്ല. ഇവിടെയാണ് സുരേഷ് റൈനയെ പോലൊരു ഇതിഹാസ ബാറ്ററുടെ വിടവ് ചെന്നൈ സൂപ്പർ കിങ്സ് നിരയിൽ തെളിഞ്ഞു കാണുന്നത്. 3-4 നമ്പറുകളിൽ ഇറങ്ങുന്ന ഈ ഇടങ്കയ്യൻ ബാറ്റർ സ്പിൻ പേസ് ആക്രമണങ്ങളെ ഫലപ്രദമായി നേരിട്ട് കൈവിട്ടെന്ന് കരുതിയ ഒട്ടേറെ മത്സരങ്ങളാണ് തിരികെ പിടിച്ചത്. ആങ്കർ റോളിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ആവശ്യമെങ്കിൽ റൺ റേറ്റ് ഉയർത്തി ആഞ്ഞടിക്കാനും കെൽപ്പുള്ള ക്ലീൻ സ്ട്രൈക്കർ. നിലവിൽ ചെന്നൈ നിരയിലുള്ള വിജയ് ശങ്കർ, ത്രിപാഠി, ദീപക് ഹൂഡ എന്നിവർക്കൊന്നും ആ റോൾ കൈകാര്യം ചെയ്യാനാകുന്നില്ലെന്നതാണ് മുൻ ചാമ്പ്യന്മാർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. സമീപകാലത്തായി ടീമിന്റെ വിശ്വസ്ത ബാറ്ററായ ഋതുരാജ് ഗെയ്ക്വാദ് ഔട്ടായാൽ ടീം ഒരറ്റത്ത് നിന്ന് പൊളിഞ്ഞു തുടങ്ങുന്ന സ്ഥിതി. 2020 ശേഷം 180 റൺസിലധികം ചേസ് ചെയ്ത് CSK ഒറ്റ വിജയം പോലും നേടിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ റൈനയടക്കമുള്ളവർ ഫ്രാഞ്ചൈസിയിൽ എത്രമാത്രം വിലപിടിപ്പുള്ളവരായിരുന്നു എന്ന് വ്യക്തമാകും. സീനിയർ കളിക്കാർ നിരന്തരം പരാജയപ്പെടുമ്പോൾ ബെഞ്ചിലിരിക്കുന്ന ആഭ്യന്തര ക്രിക്കറ്റിലെ ബിഗ് ഹിറ്റർമാരെ പരീക്ഷിക്കാനും ചെന്നൈ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. പഞ്ചാബും ഡൽഹിയുമെല്ലാം പുതിയ കളിക്കാരെ ഒപ്പം നിർത്തി കളം പിടിക്കുമ്പോൾ സ്ഥിരം 11-ൽ വീണ്ടും വിശ്വാസമർപ്പിക്കുകയാണ് CSK. 2018 മുതൽ ചെന്നൈക്കൊപ്പമുള്ള റൈന 205 IPL മത്സരങ്ങളിൽ നിന്നായി 1 സെഞ്ചുറി അടക്കം 5528 റൺസാണ് നേടിയത്. 39 അർദ്ധ സെഞ്ചുറികളും ആ ബാറ്റിൽ നിന്ന് പിറന്നു. CSKയുടേതിന് സമാനമായ സാഹചര്യത്തിലൂടെയാണ് മുംബൈ ഇന്ത്യൻസും ഈ സീസണിൽ കടന്നുപോകുന്നത്. കീറൻ പൊള്ളാഡിനെ പോലെ ഒരു ഓൾറൗണ്ടറുടെ, ഫിനിഷറുടെ, ചാമ്പ്യൻ പ്ലെയറുടെ അസാന്നിധ്യം ആ സ്ക്വാഡിൽ തെളിഞ്ഞു കാണുന്നു. പോയ സീസൺ മുതൽ MIക്ക് ഫിനിഷിംഗിൽ പ്രശ്നങ്ങൾ നേരിട്ടെങ്കിലും ഇത്തവണ ഹാർദിക് പാണ്ഡ്യ ഒരു പരിധിവരെ ആ റോളിൽ പ്രതീക്ഷ നൽകുന്നു. ഗുജറാത്തിനെതിരെ നിരാശപ്പെടുത്തിയെങ്കിലും ഇന്ത്യൻ ഓൾറൗണ്ടർ RCBക്കെതിരെ അവസാനം വരെ പോരാട്ടവീര്യം പുറത്തെടുത്തു. എന്നാൽ നായകൻ മടങ്ങിയാൽ ടീമിന്റെ പ്രതീക്ഷ അവസാനിക്കുമെന്ന അവസ്ഥ. മികച്ച പിന്തുണയുമായി മറ്റൊരു ബിഗ് ഹിറ്ററുടെ അഭാവം പ്രകടനത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. തകർത്തടിച്ച് ടീമിന്റെ രക്ഷക റോൾ അണിയുക മാത്രമായിരുന്നില്ല മുംബൈ ടീമിൽ പൊള്ളാഡ് ചെയ്തിരുന്ന ഡ്യൂട്ടി. നിർണായക സമയങ്ങളിൽ വിക്കറ്റ് എടുത്തും മികച്ച ഫീൽഡിങ്ങിലൂടെ റൺ സേവ് ചെയ്തും അയാൾ ടീമിനെ അവിശ്വസനീയമായ പല വിജയങ്ങളിലേക്കും എത്തിച്ചു. ഇന്ന് ഓരോ മത്സരത്തിലും ടീം തലതാഴ്ത്തി മടങ്ങുമ്പോൾ മുംബൈ ഡഗൌട്ടിൽ നിസ്സഹായനായി നിൽക്കുന്ന ബാറ്റിംഗ് കോച്ച് പൊള്ളാഡിന്റെ ദൃശ്യങ്ങൾ ആരാധകരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഹാർദിക്കിന്റെ മുംബൈയിൽ നഷ്ടമായതും ഇങ്ങനെ ഒരു ഫിയർലെസ് ഓൾറൗണ്ടറെയാണ്.
189 മത്സരങ്ങളിൽ 3412 റൺസ് നേടിയ കരീബിയൻ താരം IPL-ൽ 16 അർദ്ധ സെഞ്ചുറികളാണ് നേടിയത്. 69 വിക്കറ്റുകളും സ്വന്തം പേരിലാക്കി. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കിരീടത്തിലേക്ക് നയിച്ച നായകൻ ഡേവിഡ് വാർണർ എന്ന ഓസീസുകാരനെ മറന്നുകൊണ്ടൊരു ചരിത്രം എഴുതാൻ SRHനാകില്ല. ഓപ്പണറായും നായകനായും ഒരുപാട് സീസണുകളിൽ ടീമിനെ തുടർ വിജയങ്ങളിലേക്ക് നയിച്ച വാർണറിന്റെ വിടവ് ഇന്നും ഓറഞ്ച് പടക്ക് പരിഹരിക്കാനായിട്ടില്ല. പകരമെത്തിച്ച ട്രാവിസ് ഹെഡ് ആദ്യ മത്സരത്തിന് ശേഷം നിരാശപ്പെടുത്തിയതോടെ ടീം ബാലൻസിംഗ് പോലും നഷ്ടമായി. 2014 മുതൽ SRHനൊപ്പമുള്ള ഓസീസ് ഓപ്പണർ ഓരോ സീസണിലും 500 മുകളിൽ സ്കോർ ചെയ്ത് ടീമിന്റെ വിശ്വസനായ ബാറ്ററായി. ഹൈദരാബാദ് കിരീടം നേടിയ 2016 സീസണിൽ 9 അർദ്ധ സെഞ്ചുറി അടക്കം 848 റൺസുമായി ഹീറോയായതും വാർണർ ആയിരുന്നു. തുടരെ ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കുന്നതിലും ഓസീസ് താരത്തിന്റെ ബാറ്റിംഗും നായക മികവും സുപ്രധാനമായിരുന്നു. നിലവിൽ ഹൈദരാബാദ് മിസ് ചെയ്യുന്നതും ടോപ്പ് ഓർഡറിൽ സ്ഥിരതയോടെ കളിക്കുന്ന വാർണറിനെ പോലെ ഒരു താരത്തെയാണ്. ഓരോ IPL സീസണിലും നിരവധി പുതിയ താരങ്ങളാണ് ഉദിച്ചുയരുന്നത്. മാസ്മരിക പ്രകടനവുമായി മൈതാനങ്ങളെ വിസ്മയിപ്പിക്കുന്ന വൺ സീസൺ വണ്ടറുകൾ. എന്നാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഓൾ ടൈം ഹീറോ പട്ടികയിലേക്ക് നടന്നു കയറാൻ ചിലർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. പകരക്കാരില്ലാത്ത ഇതിഹാസ താരങ്ങൾ.